ഇന്നലെ മെൻ്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എനിക്ക്. പരിപാടി കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു അച്ഛനും അമ്മയും അവരുടെ 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടിയും എൻ്റെ അടുത്തേക്ക് വന്നു. ആ അമ്മയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഇവൻ ഞങ്ങളുടെ ഒരു മകൻ. വളരെ ലാളനയോടുകൂടിയാണ് ഇവനെ ഞങ്ങൾ വളർത്തിയത്. ഒരു പ്രതിസന്ധികളെയും നേരിടാതെ അവൻ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾ. ഒരു പ്രശ്നങ്ങളും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുകളും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, അവന് മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടി, പുറത്തിറങ്ങി ഒറ്റയ്ക്ക് പോകുവാൻ പേടി, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഭയം. ഇതാണ് പ്രശ്നം. അവനോട് സാറൊന്ന് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു, ഞാൻ സംസാരിക്കേണ്ടത് അവനോടാണോ അതോ അവരോടാണോ എന്നുള്ളത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രതിസന്ധികൾ കൊടുക്കണം. പ്രതിസന്ധികളില്ലാതെ അവരെ വളരെ ഈസി ആയിട്ട് വളരാൻ അനുവദിക്കുമ്പോൾ, എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഭാവിയെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ഹാരി ഹുദിനി എന്ന് പറയുന്ന വിഖ്യാത മാന്ത്രികൻ പറയുന്നുണ്ട്, സ്റ്റോൺ വാൾസ് ഡു നോട്ട് എ പ്രിസൺ മേക്ക് നോർ അയൺ ബാൾസ് എ കേജ്. ഒരിക്കലും കൽഭിത്തികൾ ഒരു തടവറയാകുന്നില്ല, ഇരുമ്പഴികൾ ഒരു ജയിലാകുന്നില്ല. നമുക്ക് പ്രതിസന്ധികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നേറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മളാണ് കൊടുക്കേണ്ടത്. പ്രതിസന്ധികൾ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എഡ്മണ്ട് ഹിലാരിയാണ്. ഹിലാരി നേരിട്ട് ചെന്ന് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയതല്ല. 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി ഹിലാരി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലാരിക്ക്. അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലാരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലേക്ക് ഹിലാരി ചെന്നു. വേദിയിൽ ഹിലാരി നിന്നു. കർട്ടൻ ഉയർന്നു. കാണികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായി എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായൊരു ചിത്രം കണ്ടു. ആ ചിത്രം കണ്ടതോടുകൂടി ഹിലാരിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറന്നു. ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലാരി പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, പക്ഷേ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്ക് ഇനി ഉയരാൻ സാധിക്കില്ല, പക്ഷേ എനിക്ക് ഇനിയും എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. ഈ ആത്മവിശ്വാസമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ജീവിതത്തിൽ തോൽവികളുണ്ടാവും. തോൽക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, വീഴുന്നത് തെറ്റല്ല. വീണിടത്ത് നിന്ന് എണീക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള കാര്യം അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാധനമാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അതാണ്